വോട്ട് ചെയ്യാൻ വയനാട്ടിലെ കുരിച്ച്യാട്ടു ആദിവാസി കോളനിയിൽ ഉള്ളവർക്ക് ഇത്തവണ കാർഡിറങ്ങണ്ട. കാടിനുള്ളിലെ ഏക സർക്കാർ സ്ഥാപനമായ ഏക അധ്യാപക വിദ്യാലയത്തിൽ പോളിംഗ് സ്റ്റേഷൻ ഒരുക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. റിപ്പോർട്ടിലേക്ക്. കാട്ടിനുള്ളിലെ പോളിംഗ് ബൂത്ത് വയനാട് കുരിച്ച്യാട് വനഗ്രാമത്തിലെ പോളിംഗ് ബൂത്തിലേക്കാണ് ഞാനും സത്യരാജും യാത്ര തിരിക്കുന്നത്. ദുർഘടമായ കാട്ടുപാതയിലൂടെയാണ് യാത്ര. വന്യമൃഗ ജീവികളുടെ ഭീഷണിയും ഇവിടെയുണ്ട്. എന്തായാലും അല്പം റിസ്ക് എടുത്ത് തന്നെയാണ് യാത്ര. ഇനി നേരെ പോളിംഗ് ബൂത്തിലേക്ക്. കിലോമീറ്ററുകളോളം വന്യജീവികൾ വിഹരിക്കുന്ന കാട്ടുപാതകൾ താണ്ടി ഞങ്ങൾ കുരിച്ച്യാട്ട് വന ഗ്രാമത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ 34 കുടുംബങ്ങളിലെ 74 പേർക്കാണ് സമ്മതിദാനാവകാശമുള്ളത്. ഇക്കുറി വോട്ട് ചെയ്യാൻ അവർ കാർഡിറങ്ങേണ്ട. അവരുടെ സമീപത്തേക്ക് എല്ലാ സാധന സാമഗ്രികളുമായി പോളിംഗ് ഉദ്യോഗസ്ഥർ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആദിവാസി വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ള സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിലെ 83-ാം നമ്പർ പോളിംഗ് ബൂത്ത് കുരിച്ച്യാട്. ചെട്ട് സമുദായങ്ങളും കാട്ടുനായ്ക്ക കുടുംബങ്ങളുമായിരുന്നു കുരിച്ച്യാട് വനഗ്രാമത്തിലെ അന്തേവാസികൾ. ഇതിൽ ചെട്ട് സമുദായം തുടങ്ങി 15ഓളം കുടുംബങ്ങൾ പുനരധിവാസ പദ്ധതിയിൽ കാടിനു പുറത്തേക്ക് ജീവിതം പറിച്ചു നട്ടു. ചെതലയം ഫോറസ്റ്റ് റേഞ്ചിൽപ്പെടുന്ന ഈ വനഗ്രാമത്തിൽ പുനരധിവാസ പദ്ധതിയിൽ കാടിറങ്ങാൻ തയ്യാറാകാതിരുന്ന ആദിവാസി കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. വൈദ്യുതി ഉണ്ടോ? ഇല്ല. നെറ്റ്വർക്ക് ഉണ്ടോ? ഇല്ല. അവിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ സൗകര്യങ്ങളുമായി വനത്തിനുള്ളിൽ പോളിംഗ് സ്റ്റേഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. വൈദ്യുതി എത്താത്ത കുരിച്ചോട് വനമേഖലയിൽ ജനറേറ്റർ, സോളാർ വൈദ്യുത സംവിധാനവും തയ്യാർ. മൊബൈലുകൾ പരിധിക്ക് പുറത്തായതിനാൽ പോലീസിന്റെ വയർലെസ് സംവിധാനം തന്നെ ഏക ആശ്രയം. പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ കുരിച്ച്യാട് ഏകാധ്യാപക സ്കൂളിൽ എത്തിച്ചേർന്നു. വരുന്ന വഴിയൊക്കെ ഭയങ്കര ദുർഘടമാണ്. അപ്പോൾ ഇവിടെ 70ഓളം വോട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നാളെ ഒരുവിധം എല്ലാവരും പ്രതീക്ഷിക്കുന്നു. നമ്മൾ 6 മണി വരെ ഇവിടെ എന്തായാലും ഉണ്ടായിരിക്കും. നമ്മുടെ ടീം ഇവിടെ ഉണ്ട്. വളരെ മനോഹരമായ സ്ഥലം. നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഈ കാടിൻ്റെ നടുവിൽ ജോലിക്ക് ചെയ്യാനായിട്ട് നമുക്ക് അവസരം കിട്ടിയിട്ടില്ല. ഇങ്ങനത്തെ അവസരം തന്നതിൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട് ഇലക്ഷൻ കമ്മീഷനോട്. വന്യമൃഗങ്ങൾ യഥേഷ്ടം വിഹരിക്കുന്നിടത്ത് രാത്രി തങ്ങുക എന്നത് ഏറെ ദുഷ്കരമാണ്. പക്ഷേ ജില്ലാ ഭരണകൂടം എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ട് ഇവിടെ. പക്ഷേ സാധാരണഗതിയിൽ ഇവിടെ ഉണ്ടാവാറ് ആന, കടുവ, കരടി ശല്യങ്ങളൊക്കെ ഉണ്ട്. മുൻപ് കരടിയൊക്കെ താമസിച്ച സ്ഥലമാണ്. വോട്ട് ചെയ്യാൻ ആദിവാസി കുടുംബങ്ങളും റെഡിയാണ്. ഞങ്ങൾ എപ്പോൾ വോട്ട് ചെയ്യുന്നത്? ഞങ്ങൾ എത്ര വർഷം വോട്ട് ചെയ്തത്? നേരത്തെ ജില്ലാ കളക്ടർ രേണുരാജിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ കുരിച്ച്യാട് വനഗ്രാമത്തിലെത്തി ക്രമീകരണങ്ങൾ വിലയിരുത്തിയിരുന്നു. ജനാധിപത്യത്തിന്റെ മഹോത്സവമാണ് തെരഞ്ഞെടുപ്പുകൾ. ഈ മഹോത്സവത്തിൽ പങ്കുചേരുക എന്നത് ഓരോ ഇന്ത്യൻ പൗരന്റെയും കടമയാണ്. ഇതിനായി നാട്ടിലായാലും കാട്ടിനുള്ളിലായാലും എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കുരിച്ച്യാട് നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ.